മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാർക്കോയും ഫിലിപ്പോസും കൂടി മേഘനാഥൻ്റെ ആ ഗുണ്ടയെ അടിച്ച് ശരിയാക്കുകയാണ് കേട്ടോ. അതിനുശേഷം അവനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് മനുഷ്യ പോകുമ്പോൾ അവൻ്റെ വയറ്റിനകത്ത് കെട്ടിവെക്കുകയാണ് കേട്ടോ. അയ്യോ സാറേ, എന്താണെന്ന് അവൻ ചോദിക്കണം. ആഹാ, നീ കാര്യമൊന്നും അറിഞ്ഞില്ലല്ലോ. നീ മേഘനാഥൻ്റെ ഗുണ്ടയല്ലേ, നീയല്ലേ സാഗറിൻ്റെ കയ്യിൽ കഞ്ചാവ് വെച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം റിമോട്ട് എടുത്തിട്ട് ഇങ്ങനെ അമുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നീ ഞങ്ങൾ പറയുന്നത് കേൾക്കണമെന്ന് പറയണം കേട്ടോ. ശരി സാർ, ഞാൻ എന്ത് വേണമെങ്കിലും കേൾക്കാമെന്ന് പറയണം. അതിനുശേഷം മേഘൻ്റെ കൂടെ പോയതിന് ശേഷം മേഘൻ ഒരു ഫ്രൂട്ട്സ് കടയിൽ ഇറങ്ങുമ്പോൾ ഈ ഗുണ്ട ആ കാറിൻ്റെ ബോക്സിനകത്ത് ഈ കഞ്ചാവ് പൊതികളൊക്കെ വെക്കുകയാണ് കേട്ടോ. അതിങ്ങനെ മാർക്കോ അങ്ങനെ വിശദീകരിക്കുമ്പോൾ മേഘനാഥൻ ആകെ സ്തംഭിച്ച് പോവുകയാണ് കേട്ടോ. തൻ്റെ കൂടെ ഇരുന്നിട്ട് തന്നെ ചതിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ചുമരിനകത്ത് ജയിലഴിയിലെ ചുമരിലിങ്ങനെ അടിക്കണം കേട്ടോ. നീ അടിക്കണ്ട, ഒരു കാരണവശാലും നീ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം നീ എന്താണോ ചെയ്തത് അതിന് പകരമാണ് ചെയ്തിരിക്കുന്നത്. നിനക്ക് ഇങ്ങനെ ഒരു ശിക്ഷ തരാൻ പറ്റുള്ളൂ, അല്ലാതെ നിന്നെ അടിക്കാനോ കൊല്ലാനോ ഒന്നിനും നിന്നിട്ട് കാര്യമില്ല എന്നിങ്ങനെ പറയണം. ഇനി മേലിൽ ഞാൻ സ്നേഹിക്കുന്ന അവരുടെ മേത്ത് നീ ഒരു നുള്ളു മണ്ണ് വാരി ഇട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ അന്നത്തോടു കൂടി അവസാനിപ്പിക്കും. അത് ഓർമ്മയിരുന്നോട്ടെ എന്നിങ്ങനെ പറയണം കേട്ടോ. ഞാൻ മഹാലക്ഷ്മിയെ രക്ഷിക്കാൻ തുടങ്ങിയത് ആ ഗുണ്ടകളിൽ നിന്ന് രക്ഷിക്കാൻ എനിക്ക് ഒരു വിളി വരികയാണ്. ഒരു ദൈവത്തിൻ്റെ ശക്തിയാണ് എനിക്ക് അറിയിപ്പ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അന്ന് കൂടിയതാണ്. അതുകൊണ്ട് അവരിൻ്റെ ചുറ്റുപുറം ഒരു വലയം പോലെയാണ് നിൽക്കുന്നത്. അതൊരിക്കലും ഭേദിച്ച് നിനക്ക് വരാൻ പറ്റില്ല. നീ അതുപോലെ തന്നെ സാഗറെ മഞ്ജുവിനെ നീ ഒരിക്കലും ഇനി അവരുടെ മേത്ത് ഒരു നുള്ളു മണ്ണ് പോലും വലിച്ചു വാരി ഇടരുത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതുപോലെ മാർക്ക് നന്നായിട്ട് മേഘനാഥനെ പറയണം. മേഘനാഥനെ തിരിച്ചുത്തരം പറയാനൊന്നും ഇല്ല. ഓരോരോ കഥകളായിട്ടും മേഘനാഥനോട് മാർക്കോ അങ്ങനെ പറയണം കേട്ടോ. മേഘനാഥനാകെ അരിശം വന്നിട്ടിരിക്കണം. നിനക്ക് എന്തായാലും ഇനി ഒരു ജാമ്യം കിട്ടില്ല, അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ പറയണം. അതിനുശേഷം ഞങ്ങൾ ശബരിമലയ്ക്ക് പോവുകയാണ്. നീ ഉണ്ടെങ്കിൽ നീ ഇതിൻ്റെ കോടതിയിൽ നിന്ന് റിമാൻഡ് പ്രതി കഴിഞ്ഞ് കാലാവധി കണ്ടിട്ടുണ്ടെങ്കിലും നീ ഞങ്ങൾ മലയ്ക്ക് പോയിട്ട് ഞങ്ങൾ 4 പേരും കൂടിയിട്ട് മലയ്ക്ക് പോയിട്ട് ചവിട്ടി വരും. നീ ഒരു നുള്ളു പോലും അവരെ ഒന്നും ചെയ്യരുത് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ തന്നെ സാഗർ വരികയാണ് കേട്ടോ. സാഗറെ കണ്ടത് മാർക്കോ പറയും, നന്നായി നീ വന്നത് കാണാൻ വന്നതല്ലേ, ഏതായാലും ശരി, നീ പോയി കാണ് അഴിക്കുള്ളിലെ പുലിയെ എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം നിന്നെ എന്തായാലും ജോലിക്ക് തിരിച്ചെടുത്തിട്ടുണ്ട് തോമസ് വൈദ്യര് എന്നിങ്ങനെ പറയുമ്പോൾ, വേണ്ട, എനിക്ക് ജോലിക്ക് പോകാൻ ഇഷ്ടമില്ല, കാരണം എന്നെ അവിശ്വസിച്ചില്ലേ, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയും. അതിപ്പം നിന്നെ അവിശ്വസിച്ചത് ഡോക്ടർ മാത്രമല്ല, ഞങ്ങളും കണ്ണനും മഹിം എല്ലാവരും വിശ്വസിച്ചല്ലോ, അതിന് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ നിൻ്റെ ഈ കേസിൻ്റെ കാര്യം അയാളാണ് ചെയ്തത്, അയാളാണ് CCTV എനിക്ക് കാണിച്ചു തന്നതും ഞാൻ എന്നിട്ട് അയാളെ പിടിച്ചിട്ടാണ് മേഘനാഥനെ വെപ്പിക്കുകയും ചെയ്തതെന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ സാഗറിന് ഭയങ്കര സന്തോഷമാകണം കേട്ടോ. പിന്നെ നിൻ്റെ ഈ കേസ് തെളിഞ്ഞപ്പോൾ മഹാലക്ഷ്മിക്കും കണ്ണനും മഞ്ഞൊരുകുന്നുണ്ട്. നിൻ്റെ കാര്യത്തിൽ അവരൊരു നല്ലൊരു തീരുമാനം എടുക്കും എന്നിങ്ങനെ പറയണം. എങ്കിലും ഒരിക്കലും ആരുടെയും ചിലവിൽ നീ കഴിയരുത്. പെണ്ണുങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പോറ്റാനുള്ള കഴിവ് വേണം. അവരുടെ സ്വത്ത് മുതലും കണ്ടിട്ടാവരുത് ഒരിക്കലും നീ എന്നിങ്ങനെ പറയണം. ഇല്ല മാർക്കോ, ഒരിക്കലും ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. മെക്കാട് പണിയെടുത്തിട്ടാണെങ്കിലും ഞാനും മഞ്ജുവും കൂടി ജീവിക്കുമെന്നിങ്ങനെ പറയണം. നിനക്ക് എന്തായാലും അവിടെ ഡ്രൈവറുടെ പണിയുണ്ട്, മഞ്ജുവിന് അവിടുത്തെ പണിയുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവരെ ആശ്രയിച്ച് ജീവിക്കരുത് എന്ന് പറയണം. ഇല്ല, ഇന്ന് എന്തായാലും ഞങ്ങൾ മാലയിട്ട ദിവസമാണ് എന്നിങ്ങനെ പറയുമ്പോൾ, നീയും പോരടാ, നമുക്കെല്ലാവർക്കും കൂടിയിട്ട് കണ്ണൻ സാറെ, ഏതായാലും ഡോക്ടറുടെ അവിടേക്ക് കണ്ണൻ സാറ് പോകുന്നുണ്ട്. തൃക്കാർത്തിക ദിവസം കണ്ണൻ സാർ എഴുന്നേറ്റ് നടക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വരുമ്പോൾ എന്തായാലും നീയും മാലയിട്ട് നമുക്ക് 4 പേർക്കും കൂടി പോകാമെന്ന് പറയുമ്പോൾ സാഗർ ചോദിക്കുകയാണ്, ഞാനിനി മാലയിട്ട് കഴിഞ്ഞാൽ അത് കണ്ണൻ സാറിന് ബുദ്ധിമുട്ടാകുമോ എന്നിങ്ങനെ ചോദിക്കും. ഇല്ലടാ, അതൊക്കെ പറഞ്ഞ് നമുക്ക് ശരിയാക്കാം, നീ എന്തായാലും മാലയിട് എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് എന്തായാലും അവർ മഞ്ഞുരുക്കി തുടങ്ങി, നിൻ്റെ കാര്യത്തിലും മഞ്ജുവിൻ്റെ കാര്യത്തിലും എന്നിങ്ങനെ പറയണം. പിന്നീട് നീ എന്തായാലും പോയി കാണ് അവനെ എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം സാഗർ മേഘനെ കാണാൻ വരികയാണ്. മേഘനെ കാണാൻ വരുമ്പോൾ സാഗർ ഇങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ, രണ്ടും കൂടി വന്നാൽ പോരെ, എന്തിനാ ഓരോന്നോരോന്നായി വന്നത് എന്ന് ചോദിക്കും. ഞങ്ങളെ ആര് വരണം എങ്ങനെ വരണമെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ നീയല്ല തീരുമാനിക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. നിനക്ക് എന്നോട് ഒച്ചയിൽ സംസാരിക്കാനായോ എന്നിങ്ങനെ ചോദിക്കണം. ഒച്ചയിൽ സംസാരിക്കുക, നിന്നൊന്ന് പൊട്ടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നീ എന്നെ 2 പ്രാവശ്യം ഇവിടെ ജയിലിൽ കിടത്തി, നീ ഒരിക്കലും ഇതിൽ നിന്ന് രക്ഷപ്പെടില്ല. നീ കണ്ണൻ സാറിനെ മഹാലക്ഷ്മി മാഡത്തിന് നീയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. പക്ഷേ മഞ്ജു ഒരിക്കലും
ഈ കൂട്ടിന് നിൽക്കില്ല. കാരണം നിങ്ങൾ അവരുടെ സ്വത്തിന് വേണ്ടിയിട്ടാണ് ദുർഗയും ഉണ്ണിയും നീയും ഒക്കെ ചെയ്യുന്നത്. മഞ്ജു അങ്ങനെ ചെയ്തിരുന്നു. ഇനി ഒരിക്കലും ഞങ്ങൾക്ക് അവരുടെ സ്വത്തോ ഒന്നും വേണ്ട. ഞങ്ങൾ അന്തസ്സ് പോലെ പണിയെടുത്ത് ജീവിക്കും. നീ ആ മഞ്ജുവിനെ ആ മാനേജറുടെ അടുത്ത് പോയി പറഞ്ഞിട്ട് എന്തായടാ? അവൾക്ക് അവിടെ ജോലി കിട്ടിയല്ലോ. നീ ഏതായാലും പുറത്തിറങ്ങ്. ഇറങ്ങിയതിന് ശേഷം നമുക്ക് നേരിട്ട് കാണാമെന്ന് പറയണ്. ഞാൻ ഇറങ്ങട്ടെടാ. ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നിന്നെ തേടിപ്പിടിച്ച് കാണുമെന്ന് മേഘനാഥൻ സാഗറോട് പറയണ കേട്ടോ. നീ കാണാൻ വാ, അപ്പം ഞാൻ നിനക്കിട്ട് തരാം. ഞാൻ പഴയ സാഗറല്ല. ഞാനിനി നിൻ്റെ അടിയും ഇതും കേട്ട് നിൽക്കില്ല. നീ എന്നെ അടിക്ക്. ഞങ്ങൾ ജീവിച്ച് കാണിച്ചു തരടാ. ഞങ്ങളുടെ ശരീരത്ത് തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കാൻ മാർക്കോയും ഫിലിപ്പോസും ഉണ്ട് എന്ന് പറയണ്. അതിനുശേഷം സാഗർ മേഘനാഥനെ വിളിച്ചിട്ട് വരികയാണ് കേട്ടോ. മേഘനാഥൻ അങ്ങനെ ദേഷ്യം വന്ന് കലിപ്പോട് കൂടി ഇരിക്കുക.